തിരുവനന്തപുരം പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ ശനിയാഴ്ച രാത്രി എന്താണ് നടന്നത്? മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLA-യും KSRTC ഡ്രൈവർ യദുവുമായി തർക്കത്തിലേർപ്പെട്ടതിൽ ആരുടെ ഭാഗത്താണ് ശരി? രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരൽ തുടർന്നതോടെ ശരിക്കുമുള്ള കുറ്റക്കാരനെ കണ്ടെത്തണമെങ്കിൽ അന്ന് നടന്നതിന്റെ ദൃശ്യം കിട്ടണം. എന്നാൽ CCTV ദൃശ്യമടങ്ങിയ KSRTC ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായതോടെ ദുരൂഹത വർദ്ധിക്കുകയാണ്. പ്രശ്നമുണ്ടായതോടെ പാളയത്ത് നിന്ന് യാത്രക്കാരെ ഇറക്കിയ ബസ് നേരെ കൊണ്ടിട്ടത് തമ്പാനൂർ ഡിപ്പോയിലാണ്. സർവീസ് നടത്തുമ്പോൾ ബസ്സിൽ CCTV പ്രവർത്തിച്ചിരുന്നുവെന്ന് വ്യക്തമായിരുന്നു. അപ്പോൾ ഈ 2 ദിവസത്തിനിടയിൽ ആ മെമ്മറി കാർഡ് ആരെടുത്തു കൊണ്ടുപോയി? മുന്നിലും പിന്നിലും ബസ്സിന്റെ ഉള്ളിലുമായി 3 ക്യാമറകളാണ് ഉണ്ടായിരുന്നത്. അതായത് അന്ന് നടന്നതിന്റെ യഥാർത്ഥ രൂപം ഏറെക്കുറെ ആളുകൾക്ക് ബോധ്യമാകാൻ ആ CCTV ദൃശ്യം മതി. ദൃശ്യം ലഭിച്ചാൽ പ്രതിക്കൂട്ടിലാകുമെന്ന് ഭയപ്പെടുന്ന കൂട്ടരിൽ ഒരാൾ മെമ്മറി കാർഡ് എടുത്തുവെന്ന് സ്വാഭാവികമായി സംശയിക്കാം. ബസ്സിലിരുന്ന് വീഡിയോ പകർത്തിയ ആളോട് അത് ആവശ്യപ്പെടുന്ന മേയറുടെ ദൃശ്യം പുറത്തു വന്നിരുന്നു. സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറി പ്രശ്നമുണ്ടാക്കിയെന്ന് ഡ്രൈവർ യദുവും ആരോപിക്കുന്നുണ്ട്. അവർക്കാണ് ദൃശ്യം പുറത്തു വരരുതെന്ന നിർബന്ധമെങ്കിൽ അതെടുത്തു മാറ്റാനും എളുപ്പമാണെന്ന് കരുതേണ്ടി വരും. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഉടനെ പോയി നോക്കി. അവർ ഇനിയിപ്പോൾ റെക്കോർഡിംഗ് ആണോ അല്ലേ എന്ന് എനിക്ക് തെളിയണ്ടേ, അതുകൊണ്ട് ഞാൻ പോയി നോക്കിയതാണ്. ഞാൻ നോക്കിയതെന്ന് വെച്ചാൽ ഈ ക്യാമറ, ഫ്രണ്ടിലത്തെ ക്യാമറ കറക്റ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട്. അത് ഡോറ് വണ്ടിക്കകത്ത് കയറിയല്ല, വണ്ടിയുടെ ഡോറ് തുറന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ സ്ക്രീനിൽ കാണാം നമുക്ക് വെളിയിൽ നിന്ന് വർക്കിംഗ് ആയിരുന്നു. അപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ നിന്നിറങ്ങി പിറ്റേന്ന് നേരെ ഡിപ്പോയിൽ പോയെന്നാണ് യദു പറയുന്നത്. അകത്ത് കയറിയില്ല, ബസ്സിന്റെ വാതിൽക്കൽ നിന്ന് CCTV പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചെന്നു. എന്തിന്? പോലീസ് കേസിൽപ്പെട്ട വാഹനം കുറ്റാരോപിതൻ പരിശോധിക്കാൻ പോയതിന്റെ യുക്തി എന്താണ്? ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരാൾ പിന്നീട് പ്രധാന തെളിവ് നഷ്ടമായ ഒരിടത്ത് അതിനു മുൻപ് പോയതിൽ അസ്വാഭാവികത തോന്നിയാൽ കുറ്റം പറയാൻ പറ്റുമോ? യദുവിനാണ് ദൃശ്യം പുറത്തു വരരുതെന്ന ആഗ്രഹമെങ്കിൽ ഈ പറയുന്നതിലും സംശയിക്കാനുള്ള വകയുണ്ട്. എന്താണെങ്കിലും യാഥാർത്ഥ്യം പോലീസ് കണ്ടുപിടിക്കട്ടെ.